ഞാൻ അങ്ങോട്ട് വരാം. ഐ എം കമ്മിങ്. ഷൺമുഖൻ, സാറ് തിരക്കില്ലെങ്കിൽ ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. പറയൂ. അശോക് സാറിന്റെ കൊലയാളി എന്ന് പറഞ്ഞ് കസ്റ്റഡി കിടക്കുന്ന തമിഴനുണ്ടല്ലോ, അവൻ നിരപരാധിയാണ് സാർ. ഫോഴ്സിലുള്ള ചില ആളുകൾ ചേർന്നുള്ളൊരു കളിയാണ് സാർ. അതൊക്കെ ഞാൻ വിശദമായിട്ട് പിന്നെ പറയാം. അവന് ജാമ്യത്തിൽ ഇറങ്ങണം. റിമാൻഡ് നീട്ടണമെന്ന് നമ്മളായിട്ട് കോടതി ഫോഴ്സ് ചെയ്യായിരുന്നാൽ മതി. ജാമ്യം ഈസിയാ. അവന്റെ കെട്ടിയോളൊരുത്തി വന്ന് വീട്ടിൽ ദിവസേന പ്രശ്നമാണ്. പണ്ടാരം ഷൺമുഖൻ, തീർന്നല്ലോ നിന്റെയൊക്കെ കഴപ്പ്. അല്ലെങ്കിൽ തന്നെ നിന്നെയൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? ട്രെയിനിങ് കോളേജിൽ കവാത്ത് പഠിപ്പിക്കുന്ന സാറന്മാര് പറഞ്ഞു തരുന്നുണ്ടല്ലോ, കാലക്കേട് കൊണ്ടും കയ്യിലിരിപ്പുകൊണ്ടും മുന്നിൽ വന്ന് പെടുന്ന പാവങ്ങളുടെ നെഞ്ചും കൂടി ചവിട്ടി ചളുക്കി ക്ഷയം പിടിപ്പിച്ച് വിടാവുന്നു. ആന്റി ഗുണ്ടാസെല്ല് ചീലേത്രി വെച്ചോണ്ടാ മതി. ഗുണ്ടകളെ കണ്ടിട്ടുണ്ടോ നീയൊക്കെ? കൈക്കും കാലിനും തലയ്ക്കും ശരീരത്തിന്റെ പുഷ്ടി അനുസരിച്ച് വില പറഞ്ഞ് ആവശ്യക്കാരന് വെട്ടിക്കൊടുക്കുന്ന നല്ല പണിക്കാരുണ്ട് ഈ പട്ടണത്തില്. തൊട്ടില്ല നീയൊന്നും. മുന്നിൽ പോയി നിൽക്കില്ല, പിട്ടുക്ക് വിറയ്ക്കും. സ്കെച്ച് ചെയ്ത് കാർത്തിക്ക് വരഞ്ഞോളാൻ പിള്ളേര്. നാടും വീടും വിട്ട് പണിയെടുത്ത് തിന്നാൻ വന്നതാ ഇവൻ. കാലുമേ കാലം കയറ്റുവെച്ച് ചളുവയടിച്ച് ജീവിതം തീർക്കുന്ന മലയാളിക്ക് അലക്കി തേച്ച മുണ്ടും കുപ്പായിടണമെങ്കിൽ ഇവനെ പോലുള്ള പാണ്ടികൾ വേണമല്ലോ. ഇവനെ ചവിട്ടി കൊന്നിട്ട് ഇപ്പൊ എന്ത് കോപ്പില കേസാണ് ഞാൻ കൂടെ തെളിയിച്ചത്. ഒരുത്തി നടക്കുന്നുണ്ട് കരഞ്ഞ് കാലും വെന്ത്. ഇവന്റെ പെണ്ണ് ഏത് നായിന്റെ മോനാണ് അവളെ സമാധാനിപ്പിക്കാൻ പോന്നെ? ഷൺമുഖൻ, ഇനി നമ്മൾ എന്താ ചെയ്യുക? സാറ് പേടിക്കൊന്നും വേണ്ട. ആരുടെയും തൊപ്പിയും നക്ഷത്രവും വടിയൊന്നും പോകാൻ പോണില്ല. അവനൊരു പാവ ഇസ്ത്രീകാരൻ പയ്യൻ. നാളെ ജയിലെടുത്ത് ഉമ്മൻചാണ്ടിയെ വിളിക്കാനൊന്നും പോണില്ല. ഇങ്ങനെ ഒരു പ്രജ ചത്തതിന്റെ പേരിൽ എടുത്തുകൊണ്ടുപോയി അണ്ടർവെയറിന്റെ വള്ളിയിലോ മറ്റേ കെട്ടി തൂക്ക് വല്ല കമ്പിയിലും.